ഹലോ എവരി വൺ, വെൽക്കം ടു രുചിവിസ്മയം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു വറുത്തരച്ച കടലക്കറിയാണ്. ഇഞ്ചി, സവാള, വെളുത്തുള്ളിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു കറിയിലേക്ക്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ കറി തയ്യാറാക്കേണ്ട എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വന്നാലോ. കടലക്കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് കടല ഓവർനൈറ്റ് കുതിർത്തെടുത്താണ്. ഇനി നിങ്ങൾ ഓവർനൈറ്റ് കുതിർത്തെടുക്കാൻ മറന്നുപോയെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാവിലെ കടല നന്നായിട്ട് കഴുകുക. 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം വെട്ടി തിളച്ച വെള്ളം കടല മുങ്ങി നിൽക്കാൻ പാകത്തിന് ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കുക 1 മണിക്കൂർ. 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കടല കുതിരാൻ ചേർത്ത വെള്ളവും കൂടി കൂട്ടി വേണം പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാൻ. നമ്മൾ ഓവർനൈറ്റൊക്കെ കുതിർത്തെടുക്കുന്ന കടല വെന്ത് കിട്ടുന്നത് പോലെ തന്നെ ഈ കടലയും വെന്ത് കിട്ടും. ഇനി നമുക്കിത് പ്രഷർ കുക്കറിലേക്കിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉള്ള വെള്ളവും പിന്നെ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഈ കടല ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ കടല മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 6-7 വിസിൽ കൊണ്ട് കടല നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഓരോരുത്തരുടെ കുക്കർ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കേട്ടോ വേവ്. പെട്ടെന്ന് സ്റ്റീം വരുന്ന കുക്കറാണെങ്കിൽ ഒരു 10-15 വിസിൽ തന്നെ വേണ്ടി വരും. എന്തായാലും കടല അത്യാവശ്യം നല്ല പോലെ തന്നെ കുക്കായി കിട്ടണം. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് ഒരുപാട് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. 3-4 ടേബിൾ സ്പൂൺ തേങ്ങ മതിയാവും. 1 ഗ്ലാസ് കടലയ്ക്ക്. നമ്മൾ ചായ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ കടല എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും 4 ചെറിയ ഉള്ളിയും അതുപോലെ 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങ നന്നായിട്ട് മൂത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. തേങ്ങ ഒരു 2-3 മിനിറ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കഴിയുമ്പോൾ തേങ്ങ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അപ്പോൾ തേങ്ങ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം വേണം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ. ഈ കറിക്ക് തേങ്ങ നമ്മൾ തീയലിനൊക്കെ വറുക്കുന്ന പോലെ വല്ലാണ്ട് ബ്രൗൺ കളർ ആവണ്ട, ഈ ഒരു പരുവത്തിലായാൽ മതി. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം 3/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ അളവാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയേക്കാളും. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ ചട്ടിക്ക് നല്ല ചൂടുണ്ട്. അതുപോലെ തേങ്ങ നന്നായിട്ട് മൂത്ത് കിടക്കുകയാണല്ലോ, ഈ പൊടികൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഓഫ് ചെയ്തിട്ട് വറുത്തെടുക്കാം. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ കുക്കർ 7 വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റീമൊക്കെ പോയി. കടല നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ തന്നെ കടല വെന്ത് കിട്ടണം, എന്നാലാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വീഡിയോയിൽ നിന്ന് കറക്റ്റായിട്ട് കാണാനായിട്ട് കുക്കറിൽ നിന്ന് കടല വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റുകയാണ്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ കടല. അപ്പോൾ ഈ കടലയിൽ നിന്ന് കുറച്ചൊന്ന് നമുക്ക് ഉടച്ചു കൊടുക്കണം. നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാനാണ്. ഒരുപാടൊന്നും വേണ്ട, ഒരു കുറച്ച് കടല തവിയുടെ ബാക്ക് സൈഡ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അത് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കേട്ടോ. ഇനി ഇതിലേക്ക് അരച്ചെടുത്ത തേങ്ങയുടെ കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത തേങ്ങയാണ്. അപ്പോൾ മുഴുവനായും ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും അടിച്ചെടുക്കുക. ആ മസാല കംപ്ലീറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും തന്നെ വേസ്റ്റ് ആക്കണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളം വേണം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. കറി ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയൊന്ന് തിളച്ച് കുറുകി വരണം കറി.
കടല മസാലയിലൊക്കെ ഇതുപോലെ കിടന്നൊന്ന് തിളച്ച് വരുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തിളച്ച ഉടനെ ഒന്ന് ഓഫ് ചെയ്യരുത്. ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിത് കറക്റ്റാണ്. പിന്നെ ഈ കറി ഇരുന്നും ഒന്ന് കുറുകും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ കറക്റ്റ് പാകമായി ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് ഒരു 3 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഈ ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലാവണം. ഈ ഒരു പരുവത്തിലാകുമ്പോൾ 2 വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കറിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയുടെ കുറച്ച് കൂടുതൽ ചേർക്കുന്നതാണ് ടേസ്റ്റ്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് ചൂടോടെ തന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ഒരു കടലക്കറിയാണ് കേട്ടോ. അപ്പം ചപ്പാത്തി ഇടിയപ്പത്തിനൊക്കെ നല്ലൊരു കോമ്പിനേഷനായ കടലക്കറിയാണ്. പിന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കടലക്കറിയാണ്. വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കടല വേവിച്ച് തേങ്ങ ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. പിന്നെ തേങ്ങ വറുക്കുന്ന ജോലി നമുക്ക് തലേ ദിവസം വേണമെങ്കിലും ചെയ്തു വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വറുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. രാവിലെ കറി തയ്യാറാക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോഴും നമ്മുടെ ജോലി പെട്ടെന്ന് കഴിയും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കടലക്കറിയാണ്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ ഒട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.